ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ ആയങ്കിയെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിൽ നിർണായക തെളിവായി അർജുൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായി. കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെയാണ് അർജുൻ ആയങ്കിയെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളെ വീണ്ടും ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ അപമാനിച്ച് പോസ്റ്റിട്ട സംഭവത്തിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല, ഇയാളെ ഒളിവിൽ പോകാനും മറ്റ് സഹായം ചെയ്തവരെയും കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനം കോതമംഗലം കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുക. അതാണ് ഇനി പോലീസിന്റെ അടുത്ത് നീക്കം. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് കാപ്പ ഉൾപ്പെടെ ചുമത്തുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതായിരുന്നു. അതുതന്നെയാണ് കോടതിയിൽ ഈ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ വിവരവും. പ്രധാനമായും ഈ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയത്. ഏതായാലും കസ്റ്റഡിയിൽ കൃത്യമായ തെളിവെടുപ്പ് പൂർത്തിയാക്കി. അതോടൊപ്പം ഇത്തരം ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി. ഇനി കോതമംഗലം കേസിൽ കൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതിനായി വരും ദിവസങ്ങളിലുള്ള ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും അർജുൻ ആയങ്കിയെ ഈ കാപ്പ ചുമത്തുന്നതുവരെ പരമാവധി ഇത്തരം കേസുകളിൽ ഇത്തരം അന്വേഷണത്തിൽ കൂടി മുന്നോട്ട് പോവുക, അതിനുശേഷം കാപ്പ ചുമത്തി ജയിലിലടക്കുക, അതാണിപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇതിനുള്ള ഇയാളുടെ ഇത് സംബന്ധിച്ച കേസ് സംബന്ധിച്ച ഹിസ്റ്ററി അത് ശേഖരിച്ചു കഴിഞ്ഞു. ഇനി ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്. വൈകാതെ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകും. എന്തായാലും ഇനി ഇയാളെ സഹായിച്ച ആളുകളെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടെത്താനും അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനും അവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ഏതായാലും വിശദമായ ഒരു തെളിവെടുപ്പ് അതോടൊപ്പം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അർജുൻ ആയങ്കി വീണ്ടും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.